പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വരി ഞാൻ പറയും, 2 പ്രാവശ്യം പറയാം, നല്ല ഓർമ്മ വരുള്ളൂ. നമ്മുടെ വീട്ടില് എത്ര പുസ്തകമുണ്ട് എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. നമ്മുടെ വീട്ടിലുള്ള പുസ്തകങ്ങളില് എത്ര പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ വീട്ടിലുള്ള പുസ്തകങ്ങളിൽ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, വായിച്ചതിൽ എത്ര മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. വായിച്ച പുസ്തകങ്ങളിൽ എത്ര മനസ്സിലായിട്ടുണ്ടെന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, മനസ്സിലായതിൽ എത്രത്തോളം നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഓർമ്മിക്കുന്നത് എത്രത്തോളമാണെന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, ഓർമ്മിച്ചതിൽ എത്രത്തോളം ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം പകർത്തിയിട്ടുണ്ട് എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ എന്ത് മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മളിൽ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടന്റ്, നമ്മളില് മാറ്റമുണ്ടാകുന്നതിലൂടെ നമ്മളുമായി ബന്ധപ്പെടുന്നവരിൽ എത്ര മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത്രയും മനസ്സിലായല്ലോ ഇല്ലേ? വളരെ സീരിയസ് ആയിട്ടാണ് ഞാനിങ്ങനെ സീരിയസ് ആയിട്ടും സീരീസ് ആയിട്ടും എത്ര പുസ്തകമുണ്ട്, അതിലെത്ര വായിച്ചിട്ടുണ്ട്, വായിച്ചതിൽ എത്ര മനസ്സിലായിട്ടുണ്ട്, മനസ്സിലായതിൽ എത്ര ഓർക്കുന്നുണ്ട്, ഓർക്കുന്നതിൽ എത്ര ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്, പകർത്തിയത് കൊണ്ട് എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്, മാറ്റം ഉണ്ടായത് കൊണ്ട് എത്ര മാറ്റം ഉണ്ടാക്കാൻ സമൂഹത്തിൽ സാധിച്ചിട്ടുണ്ട്. 7 പോയിന്റാണ്. ഈ 7 പോയിന്റ് ഇന്നും പലപ്പോഴും പല സ്ഥലത്തും നടക്കണില്ല. ഞാനിത് പറയാൻ കാരണം, പുസ്തകം വായിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ഏത് പുസ്തകമാണ് വായിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റാ. ആ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റാ. ആ പുസ്തകത്തിന്റെ കണ്ടന്റ് കൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ത് പ്രയോജനം ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റാ. ആ പുസ്തകം നെഗറ്റീവും ഡിസ്ട്രക്റ്റീവുമാണെങ്കിൽ അങ്ങനെ ഒരു 10 പുസ്തകം വായിച്ചാൽ വളരുന്ന തലമുറ എങ്ങനെ ഇരിക്കും? അതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ പുസ്തകം വായിക്കാനുള്ള ടെൻഡൻസിയെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പുസ്തകം വായിക്കലല്ല ഇമ്പോർട്ടന്റ്, ഏത് തരത്തിലുള്ള പുസ്തകമാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മൾ വായിക്കുന്ന പുസ്തകം, അതിൻ്റെ കണ്ടന്റ്, അത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അവിടെ മുതൽക്ക് തുടങ്ങാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നല്ല മനസ്സില് നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ, നല്ല ചിന്തകളിൽ നിന്നേ നല്ല പ്രവൃത്തി ഉണ്ടാവുള്ളൂ, നല്ല പ്രവൃത്തിയിൽ നിന്നേ നല്ല പ്രവൃത്തിയുടെ ഫലങ്ങൾ ഉണ്ടാവുള്ളൂ, നല്ല ഫലങ്ങളിൽ നിന്നേ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സ്, ചിന്ത, പ്രവൃത്തി, അതിൻ്റെ ഫലം, അതിൽ നിന്നുണ്ടാകുന്ന മാറ്റം പോലെ നല്ല പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ നല്ല മാറ്റങ്ങൾക്ക് ആധാരമായതുണ്ടാവുള്ളൂ. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹമുള്ളത്, വാർദ്ധക്യത്തിൽ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ പോരാ. ഇപ്പൊ തന്നെ നമ്മൾ കൈവിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ പ്രത്യേകിച്ചും കേൾക്കാൻ താല്പര്യമുള്ള യുവതലമുറയുണ്ട്. കേൾക്കാൻ താല്പര്യമില്ലാത്ത യുവതലമുറകളില് ഒന്ന് കേൾപ്പിച്ചാൽ അവരിൽ മാറ്റം ഉണ്ടാവും. അവർ ഏത് പാർട്ടിക്കാരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, മൂല്യം എല്ലാവർക്കും ഒരേപോലെയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്കും പഞ്ചസാരയുടെ മധുരം ഒരേപോലെയായ സ്ഥിതിക്ക് മൂല്യത്തിന്റെ മധുരം അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു.